അജിത്ത്, ഈ പൊതു സാഹചര്യത്തിന് മുൻപേ ഇപ്പം അജിത്ത് തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, പൂഞ്ഞാറ് പയ്യാനിത്തോട്ടിൽ ഉരുൾപൊട്ടലിൽ വീണിടിഞ്ഞു വീണ സംഭവത്തിൽ ഒരാളുടെ കൂടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളത്. അപ്പം അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്? തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇപ്പോൾ ആ ഉരുൾപൊട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുൾപൊട്ടൽ ഉണ്ടായത് അവിടെ നിന്നാണ്. അവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ വസ്തുത. ഇപ്പോൾ അവിടുത്തെ നമ്മൾ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഒരു മിനിറ്റുകൾക്കകം ഇപ്പോൾ ഇതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരെയാണ് കാണാതായിട്ടുള്ളത്. അതിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ചും നമ്മളൊന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് രാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യരാണ്. അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഈ മഴ പെയ്തത്, അത്ര ശക്തമായ മഴ പെയ്തത്. പിന്നീട് അതിന് പിന്നാലെ ഈ ശക്തമായ മഴ പെയ്തതോടുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും അതിൽ കൂടുതൽ വിവരങ്ങൾ ഒരാൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ആ തോട്ടത്തിന്റെ നടുവിലൂടെ വലിയ വെള്ളമൊഴുക്കാണ് ഉണ്ടായതെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ആ പശ്ചാത്തലം അത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. ജില്ലയിൽ ഇപ്പോൾ ഒരു മരണം അങ്ങനെ സ്ഥിരീകരിക്കുകയാണ്. ആ മരണത്തിൽ ഇപ്പോൾ ആരാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. അത്തരത്തിൽ വേദന ഉണ്ടാക്കുന്ന വിവരം കൂടിയാണ്. ഇപ്പോൾ ഇപ്പോൾ പല പ്രദേശങ്ങളിലും മഴ മാറി നിൽക്കുമ്പോൾ തന്നെയും വീണ്ടും മഴ പെയ്ത് തുടങ്ങുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണെങ്കിലും കോട്ടയം ജില്ലയിലെ സാഹചര്യം റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ കടുത്ത ആശങ്കയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ അവരുടെ ഉൾപ്പെടെ മുഖത്ത് നമുക്ക് ഈ ആശങ്ക കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ മഴ പെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായാൽ അത് ഇപ്പോൾ 2 ക്യാമ്പുകളാണ് ഇവിടെ തുറന്നിരിക്കുന്നത്, ഈ പ്രദേശത്ത് തുറന്നിരിക്കുന്നത്. ആ ക്യാമ്പുകൾ ഒന്ന് പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്താണ്. പിന്നീട് അവിടെ ഒരു സ്കൂളിലും ക്രമീകരണം ഒരുക്കുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മഴ ഉണ്ടാവും. കാരണം ഇവിടെ മലയ്ക്കാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. മലയെന്ന് വലിയ ഉരുൾ പൊട്ടും. ഉരുൾ എവിടുന്ന് വരുന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന മേഘസ്ഫോടനമാണോ ഉരുളാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ആശങ്ക എങ്ങനെയാണ്? മഴ മാറിയാലേ ഇത് ഇനിയും വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്. ഇനിയും ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടം വരെ വെള്ളം പൊങ്ങിയതാ. കടകളെല്ലാം കയറി കൂട്ടിക്ക ടൗണിന്റെ കുറച്ച് ഭാഗം വീടുകളെല്ലാം മുങ്ങി. ആൾക്കാരെ എല്ലാം പള്ളിയുടെ ഇതിൽ മാറ്റിയിട്ടുണ്ട്. ക്യാമ്പുണ്ട്, അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ വെള്ളം അവിടെ ടൗണിൽ കാണാം. അതിന്റെ മണ്ട വഴിയാ വെള്ളം ഒഴുകിക്കൊണ്ട്. ഇവിടെ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ആ മലയുടെ മുകളിൽ മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. മഴ പെയ്യും. മലയ്ക്ക് മഴ പെയ്താലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത്. മുക്കുളം തേവർക്കുന്ന ഭാഗത്താണ് ഉരുൾ പൊട്ടിയിരിക്കുന്നത്. അവിടെ മണ്ണിടിച്ചിലുണ്ട്. റോഡെല്ലാം ദുരിതത്തിൽ കിടക്കുക. അതായത് ഈ റോഡൊക്കെ ഇനി പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത്തരത്തിൽ നമ്മൾ വരുന്ന വഴിക്കൊക്കെ തന്നെയാണെങ്കിലും ചെളി അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ ചെളി അടിഞ്ഞു കിടക്കുന്നതൊക്കെ മാറ്റിയാൽ മാത്രമാണ് ആളുകൾക്കൊരു യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും ഉണ്ടാകുക. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ അനുഭവിക്കുന്നത്. മാത്രമല്ല ഒരാൾക്ക് ജില്ലയിൽ ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം.